ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡയറി ടു ഡെത്തിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ടാറിന് ഒരു ട്രൂത്ത് ഓർ ഡെയറിൻ്റെ ഒരു കാർഡ് കിട്ടുന്നതും അതവനിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുന്നതൊക്കെ ആയിട്ട്. ആ ഒരു സീൻ തന്നെയാണ് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കാണിക്കുമ്പോഴായപ്പോലും ആ ഒരു കാർഡിൻ്റെ അത് ശരിക്കും എന്താണ് ഉണ്ടായിരുന്നത് എന്നൊന്നും കാണിക്കുന്നില്ല. പക്ഷേ എന്തൊക്കെയോ ഫോട്ടോസ് ആണെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. എന്തായാലും അത് കാണുമ്പോഴത്തേക്കും ടാറ് വല്ലാണ്ട് പേടിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് അവൻ എഴുന്നേറ്റ് അവൻ യൂസ് ചെയ്യുന്ന ഡ്രഗ്സും സംഭവങ്ങളാണെന്ന് തോന്നുന്നു ഒരു ബോക്സിലോട്ടാക്കിയിട്ട് അവൻ ഉടനെ അത് ഷെൽഫിൻ്റെ മുകളിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട്. അവനിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു ലെറ്റർ എല്ലാം തന്നെ അവനിപ്പോൾ ചാമ്പ് അയച്ചിരിക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ അവൻ ഉടനെ ചാമ്പിനെ കോൾ ചെയ്തിട്ട് നിനക്ക് എന്താ വേണ്ടത്, നീ എന്തിനാണ് എനിക്ക് ഈ ലെറ്റർ അയച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചാമ്പ് അപ്പോൾ നീ എന്തായി പറയുന്നതെന്ന് അവനോട് തിരിച്ച് ചോദിക്കുന്നുണ്ട്. ആറപ്പോൾ നീ എനിക്കിട്ട് പണി തരാൻ വേണ്ടി നോക്കുവാണോ, എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ ചാമ്പിന് കാര്യം മനസ്സിലാകാത്തതുകൊണ്ട് തന്നെ അവനങ്ങ് കോള് കട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത് പിന്നീട് കാണിക്കുന്നത് കാമിനെയാണ്. കാമിൻ്റെ അടുത്ത് ഇപ്പോൾ ഇവരെ തന്നെ ഫോറൻസിക് ടീമിൽ വർക്ക് ചെയ്യുന്നൊരു പെൺകുട്ടി വന്നിരുന്നിട്ട് അവൾക്ക് കിട്ടിയ ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. പായ് മരിച്ച ആ ഒരു രാത്രി ഇവർ എൻജോയ് ചെയ്ത ആ ഒരു പാർട്ടിയിൽ ഇവരെല്ലാവരും തന്നെ ഡ്രിങ്ക് ചെയ്ത ഡ്രിങ്ക്സിൽ മിഡോസോളാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രഗ് ഉണ്ട്. ലൈക്ക് അനസ്തേഷ്യയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. അതെല്ലാം തന്നെ ഇവരുടെ ഡ്രിങ്ക്സിലുണ്ടായിരുന്നു. ഇവരുടെ ഡ്രിങ്ക്സിലെല്ലാം മാത്രമല്ല അവർ കുടിച്ച ഒരു ആൽക്കഹോളിൻ്റെ ബോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു ബോട്ടിൽ ഓൾറെഡി അത് ആരോ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്. ബാക്കി കറക്റ്റ് വിവരങ്ങളെല്ലാം തന്നെ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ എന്ന് ഒരു പെൺകുട്ടി പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടോണ്ടിരുന്ന ജെയ്ഡപ്പോൾ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു മർഡർ ആണെന്ന്. കാമിന ടൈമിന് കറക്റ്റ് ഓട്ടോപ്സി ഒക്കെ വരട്ടെ എന്നിട്ട് നമുക്ക് ഉറപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ശരിയെന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അവൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അവൾ പോയി കഴിയുമ്പോഴത്തേക്കും ജെയ്ഡാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടയേർഡായിട്ട് ഇങ്ങനെ ഉറക്കം വന്നിരിക്കുന്നത് കാണുന്നതുകൊണ്ട് തന്നെ കാമിനും എങ്കിൽ പിന്നെ പോയി കിടന്ന് ഉറങ്ങാനായിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നാൽ കാമിന് ഒരുമാതിരി അവനെ ആക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. എന്നാൽ ജെയ്ഡത് സീരിയസ് ആക്കി എടുത്തിട്ട് അവൻ ശരിക്കും എഴുന്നേറ്റ് എങ്കിൽ ശരി ഞാൻ കുറച്ച് നേരം ഉറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകാനേ തുടങ്ങുന്നുണ്ട്. കാമിൻ്റെ അപ്പോൾ തമാശ പറഞ്ഞാലും മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ലേ, നിനക്കാണെങ്കിൽ ഈ ചുമ്മാ ഇരിക്കണ നേരിട്ട് ആ ഒരു ടാറിനെ പറ്റി അവൻ യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് അന്വേഷിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ഇപ്പം മെയിനായിട്ട് കാമിന് ടാറിനെയാണ് സംശയം. കാരണം എല്ലാവരും കുടിച്ച ആ ഒരു ഡ്രിങ്ക്സിൽ മിഡോസോളോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഡ്രഗ് ഉണ്ടെന്ന് ഇപ്പോൾ ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞതുകൊണ്ട് അത് മിക്കറും ടാർ ചെയ്ത പരിപാടിയായിരിക്കുമെന്ന് അവന് നല്ല ഡൗട്ടുണ്ട്. അപ്പോൾ കാമിൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ജെയ്ഡ് പോവാതെ അവൻ അവിടെ ഇരുന്ന ഫോണിൽ നിന്ന് തന്നെ മറ്റൊരു സ്റ്റാഫിനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ടാറിനെ പറ്റി അന്വേഷിക്കാനും അത് മാത്രമല്ല ഈ സ്റ്റുഡൻസ് എല്ലാവരും തന്നെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതായിട്ട് തനിക്ക് തോന്നുന്നുണ്ട്. സോ ഈ ഡ്രഗ്സിനെ പറ്റി അന്വേഷിക്കാനും അവർക്ക് എവിടെ നിന്നായിരിക്കും ഈ ഡ്രഗ്സ് കിട്ടാൻ ചാൻസ് ഒന്നും അന്വേഷിക്കാനുമായിട്ട് ആവശ്യപ്പെട്ടിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഇത് പോരെയെന്ന്. കാമിന ടൈമിന് നിനക്ക് വായിട്ട് അലയ്ക്കാൻ മാത്രമേ അറിയാവൂ, നിനക്ക് സ്വന്തമായിട്ട് പണിയെടുക്കാൻ അറിഞ്ഞൂടെയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ജെയ്ഡ് പറയുന്നുണ്ട് നമ്മളെല്ലാവരും ഒരു ടീമായിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്, ഇത് ടീം വർക്കാണ്, ഞാനാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ജോലി ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെന്ന് പറയുന്നുണ്ട്. കാമിന ടൈമിന് നിൻ്റെ വായിട്ട് ഇങ്ങനെ അലച്ചുകൊണ്ട് മാത്രം ഇരുന്നോളാനായിട്ട് പറയുമ്പോഴത്തേക്കും ജെയ്ഡ് എഴുന്നേറ്റ് കാമിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എനിക്ക് എൻ്റെ വാ ഉപയോഗിച്ച് സംസാരിക്കാൻ മാത്രമല്ല വേറെ നന്നായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് അവൻ ഇങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിലാണ് കാമിൻ്റെ ഒരു കോൾ വരുന്നത്. ആ കോളിലൂടെ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നെന്നായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഉടനെ തന്നെ അവനാണെങ്കിൽ ഞാൻ ഓട്ടോപ്സി റിപ്പോർട്ട് ചെക്ക് ചെയ്യാനേ പോവാണ്, എന്താ സംഭവം എന്ന് അറിയണമെങ്കിൽ നീ കൂടെ വാ അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങാനായിട്ട് പറഞ്ഞിട്ട് കാമിൻ പോകുന്നുണ്ട്. ജെയ്ഡും കാമിൻ്റെ കൂടെ പോകാനേ തീരുമാനിച്ചിട്ട് അവൻ്റെ പുറകെ പോകുന്നുണ്ട്. ആ ടൈമിന് കാമിൻ പറയുന്നുണ്ട് എൻ്റെ കൂടെ വരുവാണെങ്കിൽ ഒക്കെ ഓക്കെ, പക്ഷെ നീ വേണമെങ്കിൽ നിൻ്റെ വണ്ടിയിൽ സ്വയം ഓട്ടിച്ച് വരണം, ഞാൻ എന്തായാലും നിന്നെ എൻ്റെ കൂടെ കൊണ്ടുപോകത്തില്ല, നിൻ്റെ വണ്ടിയിൽ ഞാൻ കയറത്തില്ല എന്ന് പറയുന്നുണ്ട്. ജെയ്ഡപ്പോൾ അല്ലെങ്കിലും എനിക്ക് അതിന് പ്ലാൻ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാമിനപ്പോൾ നീ എന്താ ഉദ്ദേശിച്ചെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ നീ കേട്ടതല്ലേ 2025 ഏറ്റവും ചൂട് കൂടിയ വർഷമെന്ന്. അതാണെങ്കിൽ നമ്മൾ വണ്ടി ഇങ്ങനെ ഓടിക്കുന്നതനുസരിച്ച് ഇവിടെ ഫുള്ളാണെങ്കിൽ ഹോട്ട് എയർ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ പോലീസുകാർ വേണ്ടേ നമ്മുടെ എർത്ത് നശിച്ചു പോകാതെയൊക്കെ നോക്കാനായിട്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഓടിക്കുന്ന പരിപാടിയൊക്കെ കുറച്ച് കുറയ്ക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവർ വണ്ടിയിൽ തന്നെയാണ് നേരെ ഫോറൻസിക് ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഡോക്ടർ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. സോ ഡോക്ടർ പറയുന്നുണ്ട് ഈ ഒരു റിപ്പോർട്ട് വരാനൊക്കെ ലേറ്റ് ആയതിന് സോറി, നമ്മുടെ ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് ആക്ച്വലി ചെറുതാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഡോക്ടേഴ്സൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. കാമിനപ്പോൾ കുഴപ്പമില്ല ഈ റിപ്പോർട്ടിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് നമ്മളാണെങ്കിൽ വിക്റ്റിമായിട്ടുള്ള ഫായുടെ ബോഡിയിൽ ബ്ലഡിൽ നിന്ന് 3 തരത്തിലുള്ള കാര്യങ്ങളാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് അവളുടെ ബ്ലഡിൽ സോഡിയം തിനോഫ്തനൈൽ, പിന്നെ ബ്രോമൈഡിൻ്റെ കണ്ടൻറ്റ്, പിന്നെ പൊട്ടാസ്യം ക്ലോറൈഡ് ഇതൊക്കെ തന്നെ അടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ എക്സസ് എമൗണ്ടിൽ യൂസ് ചെയ്യാനേ പാടില്ല, കാരണം മരണം വരെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫായിയുടെ ഹാർട്ട് ഫെയിലിയർ ആയിട്ടാണ് അവൾ മരിച്ചു പോയിരിക്കുന്നത്. അവളുടെ കയ്യിലാണെങ്കിൽ സിറിഞ്ചിൻ്റെ ഒരു പാടും കണ്ടു. സോ അവൾ മരിക്കുന്നതിന് മുമ്പായിട്ട് ഈ 3 സംഭവങ്ങളും അവളുടെ ബോഡിയിൽ ആരോ കുത്തി വെച്ചിട്ടുണ്ട്, അതും എക്സസ് എമൗണ്ടിൽ തന്നെ, അതുകൊണ്ടാണ് അവൾ മരിച്ചു പോയതെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് അപ്പോൾ ഇതൊരു മർഡർ ആവാൻ ചാൻസ് ഉണ്ടല്ലേ എന്നൊരു സംശയം അവർക്കിടയിൽ വരുന്നുണ്ട്. ആ സമയം കാമിൻ
ക്യാമിൻ ചോദിക്കുന്നുണ്ട് ആ ഒരു മരണത്തിൻ്റെ ടൈം എപ്പോഴാണെന്ന്. ഡോക്ടർ അപ്പോൾ മരണത്തിൻ്റെ ടൈം ഒരു മണി അടുപ്പിച്ചായിട്ടാണ് എനിക്ക് തോന്നിയതെന്നിങ്ങനെ പറയുന്നുണ്ട്. ക്യാമിൻ അപ്പോൾ പോലീസുകാർക്ക് അവൾ മരിച്ചു എന്നും പറഞ്ഞ് കോൾ വന്നത് ഒരു 2 മണിയും താഴെപ്പെടില്ല. അപ്പോൾ അതിന് മുന്നേ തന്നെ ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ എനിക്കാണെങ്കിൽ കോൾ വന്നത് ഒരു മണി കഴിഞ്ഞപ്പോൾ എപ്പോഴും ആണ്. ആ ഒരു പെൺകുട്ടി എന്നെ 1 മണി കഴിഞ്ഞ് ഏതൊരു ടൈമിലാണെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ക്യാമിൻ പെൺകുട്ടിയാണ് അപ്പോൾ ഒരു പെണ്ണായിരുന്നോ നിങ്ങളെ വിളിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊരു ഫീമെയിൽ വോയിസ് ആയിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. ക്യാമിൻ അപ്പോൾ പക്ഷേ നിങ്ങൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഡോക്ടറല്ല, അപ്പോൾ പിന്നെ വിളിച്ചപ്പോഴത്തേക്കും നിങ്ങൾ എന്തിനാണ് കോൾ അറ്റൻഡ് ചെയ്തത്? നോർമലി അങ്ങനെ ഫോറൻസിക് ഡോക്ടേഴ്സ് അല്ലല്ലോ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും കോൾ അറ്റൻഡ് ചെയ്യാറെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ ഡോക്ടർ പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടേഴ്സ് കുറവാണ്, സോ കോളൊന്ന് അറ്റൻഡ് ചെയ്തത് ഞാനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ജെയ്ഡും ക്യാമിനും തിരിച്ചു പോകാനായിട്ട് ലിഫ്റ്റിലേക്ക് കയറുന്നുണ്ട്. ആ ടൈമിൽ അവർക്ക് നല്ല സംശയങ്ങളുണ്ട്. കാരണം ചെറിനെ ചോദ്യം ചെയ്യുന്ന ടൈമിന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടോങ്ക്ലയാണ് ഡോക്ടറിനെ കോൾ ചെയ്തതെന്നാണ്. എന്നാൽ പറയുന്നത് ഒരു ഫീമെയിൽ വോയിസാണ് സംസാരിച്ചതെന്നാണ്. സോ മിക്കവാറും അവൾ പറഞ്ഞ് തെറ്റാവാൻ ചാൻസ് ഉണ്ടെന്ന് ക്യാമിൻ പറയുമ്പോൾ ജെയ്ഡാണെങ്കിൽ ഒരുപക്ഷെ ടെൻഷനായിട്ട് മാറിപ്പോയതായിരിക്കും എന്നും പറയുന്നുണ്ട്. അപ്പോൾ തന്നെ മറ്റൊരു പോലീസുകാരൻ ഇവർക്കൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മളാണെങ്കിൽ ടാറിനെ അന്വേഷിക്കാനായി ശ്രമിക്കുന്നുണ്ട്, എന്നാൽ അവനവൻ്റെ വീട്ടിലൊന്നും തന്നെ ഇല്ല, അവനെ അന്വേഷിച്ചിട്ട് കണ്ടെത്താനും പറ്റുന്നില്ല എന്ന്. ആ ഒരു ടൈമിൽ ഈ മെസ്സേജ് കണ്ടു കഴിയുമ്പോൾ കാമിൻ പറയുന്നുണ്ട് നമ്മളിങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, നമുക്കാണെങ്കിൽ ചെറിനെ കുറച്ചൊന്ന് ഫോഴ്സ് ചെയ്യാം, മേ ബി അവളുടെ വായിന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലാതെ ഈ കേസ് മൂവ് ആവത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ചെറിനെ കാണിക്കുകയാണെങ്കിൽ അവളിപ്പോൾ കോളേജിൽ നിൽക്കുകയാണ്. അവളാണെങ്കിൽ ആരെയോ കോൾ ചെയ്തിട്ട് പോലീസ് ഇതിൻ്റെ ചോദ്യം ചെയ്യുന്ന ടൈമിന് നീ എന്തെങ്കിലും തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓക്കെ നമുക്ക് ഈവനിങ് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ നിന്ന് ആൾ സംസാരിക്കുന്നത് എന്താണെന്നൊന്നും നമ്മളെ കേൾപ്പിക്കുന്നില്ല. സംസാരിച്ച് കഴിഞ്ഞ് ഇവൾ കോൾ കട്ടിയുന്നുണ്ട്. ഇവളുടെ 1-2 ഫ്രണ്ട്സ് വരുമ്പോൾ അവൾ അവളുടെ അവിടെ നടന്ന് പോകുന്നുണ്ട്. അടുത്ത് കാണിക്കുന്ന ടാറിനെയാണ്. ടാറിപ്പോൾ ചാമ്പിനെ കോൾ ചെയ്യാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ ചാമ്പ് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ടാറാണെങ്കിൽ ചാമ്പിന് ഒരു മെസ്സേജ് ഇടുന്നുണ്ട്, ഞാനിവിടെ ബാറിലുണ്ട്, നീ എന്നെ ഒന്ന് മീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അടുത്ത് പിന്നീട് ചാമ്പിനെ കാണിക്കുകയാണെങ്കിൽ അവനും പിന്നെ ചെറിനും കൂടെ ആയിട്ട് ക്ലാസ് കഴിഞ്ഞ് നടന്നു വരുന്നുണ്ട്. ചെറിനപ്പോൾ പറയുന്നുണ്ട് എന്നെ പോലീസുകാർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരെന്നെ ഇവിടെ മീറ്റ് ചെയ്യാൻ വരും, ക്ലാസ് കഴിഞ്ഞ് പോകരുതെന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന്. ആ ഒരു ടൈമിന് അല്ല ഇനി എന്തിനാ ചോദ്യം ചെയ്യുന്നത് എന്നിങ്ങനെ ചാമ്പ് ചോദിക്കുന്നുണ്ട്. ആ സമയം എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട്, നിൻ്റെ അച്ഛൻ്റെ അടുത്ത് എന്നെയും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞോട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ ടൈം ചാമ്പ് നീ ടെൻഷൻ ആവുമെന്ന് വേണ്ട, ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ടാറ് വീണ്ടും ചാമ്പിന് ഏട്ടാ നീ എവിടെ പോയി കിടക്കുക, ഒന്ന് മീറ്റ് ചെയ്യ് എന്നൊരു രീതിയിൽ മെസ്സേജൊക്കെ ഇടുന്നുണ്ട്. ആ ഒരു മെസ്സേജ് ചെറിനും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടാറാണ് നിനക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്, എന്താ സംഭവം എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ചാമ്പ് ഇപ്പോൾ എനിക്കറിയാൻ പാടില്ല, അവൻ എന്നെ നേരത്തെ കോൾ ചെയ്തിട്ട് ഞാൻ എന്തോ ലെറ്റർ എടുത്തെന്നോ എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു അവൻ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടിരിക്കുകയാണെന്നോ, അവൻ പറയുന്ന ഒരു കാര്യം പോലും എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് നടക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് പോലീസുകാർ എപ്പോൾ വരുമായിരിക്കും ചാമ്പ് ചോദിക്കുമ്പോൾ ചെറിൻ എനിക്കറിയത്തില്ല, അവർ ജസ്റ്റ് വെയിറ്റ് ചെയ്യാൻ മാത്രമേ പറയുള്ളൂ, പക്ഷേ എനിക്ക് നല്ല വിശക്കുന്നുണ്ടെന്ന് പറയാണ് ചാമ്പ്. അപ്പോൾ എങ്കിൽ പോയി നമുക്ക് ഫുഡ് വെച്ചിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ജെയ്ഡും ക്യാമിനും വരുന്നുണ്ട്. അവർ വന്നിട്ട് ഇവരുടെ അടുത്ത് സംസാരിക്കാനേ നിൽക്കുകയാണ്. ആ ഒരു ടൈമിൽ ചാമ്പാണെങ്കിൽ അല്ല നിങ്ങൾക്ക് വീണ്ടും എന്താ വേണ്ടത്, ഞങ്ങൾ ഒരിക്കൽ തന്നെ നിങ്ങളുടെ ചോദ്യത്തിനൊക്കെ മറുപടി പറഞ്ഞതല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് ഇനിയും ചോദിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാമിൻ ചെറിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചത് ടോങ്ക്ലയാണെന്നല്ലേ, എന്നാൽ ഹോസ്പിറ്റലുകാർ പറയുന്നത് ഒരു ഫീമെയിൽ വോയിസ് ആയിരുന്നു എന്നാണല്ലോ, അതും ഒരു 20 വയസ്സൊക്കെ വരുന്നൊരു പെൺകുട്ടി, കുറച്ച് സ്വീറ്റ് വോയിസ് ആണ്, അത് മിക്കവാറും നീ തന്നെ അവനല്ലേ ചാൻസ്, അപ്പം നീയാണോ വിളിച്ചത്, നീ എന്തുകൊണ്ടാണ് അവനാണ് വിളിച്ചതെന്ന് കള്ളം പറഞ്ഞെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ചെറിനപ്പോൾ ഞാൻ കള്ളം പറഞ്ഞതല്ല എന്ന് പറയുന്നുണ്ട്. ചാമ്പാ ടൈമിന് അന്നത്തെ ദിവസം ഞങ്ങൾ ഒരുമാതിരി ഇരിക്കുമായിരുന്നു, മേ ബി ആ ടൈമിന് അറിയാണ്ട് മാറിപ്പോയതായിരിക്കും, അല്ലാതെ ഞങ്ങൾ ഇൻറ്റൻഷനലി ഒന്നും മറച്ചു വെച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ജെയ്ഡും ക്യാമിനും അപ്പോൾ പറയുന്നുണ്ട് അന്ന് മാറിപ്പോകുന്നതൊക്കെ, പക്ഷേ ഇന്നും നിങ്ങൾ തെറ്റിച്ച് പറയുകയാണെങ്കിൽ അതിലെന്തോ കള്ളത്തരമില്ലേ, ഇന്ന് നിങ്ങൾക്ക് ആലോചിച്ച് കറക്റ്റ് പറയാവുന്നതല്ലേ ഉള്ളൂ എന്ന് അവൻ പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ ചെറിയ ശരിയാണ്, അതെൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ തന്നെയായിരുന്നു ഒന്ന് കോൾ ചെയ്തത്, ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മാറിപ്പോയതാണെന്ന് പറയുന്നുണ്ട്. ചാമ്പാ ടൈമിന് നിങ്ങൾ ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞങ്ങളെ വിളിച്ചിട്ട് ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഹോസ്പിറ്റലിലേക്ക് ആരാണ് വിളിച്ചതെന്നൊക്കെ കറക്റ്റ് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ, ആര് വിളിച്ചതായാലും അത് ഞങ്ങളിൽ ആരെങ്കിലും ആയിരിക്കും എന്ന് ഉറപ്പല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെയാണെന്ന് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ചാമ്പിൻ്റെ ഈ ഒരു സ്വഭാവം തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ചാമ്പ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നതും കാമിൻ പറയുന്നുണ്ട് നീ ഏത് MP-യുടെ മകൻ വേണോ ആയിക്കോ, പക്ഷേ ഞങ്ങൾ ഈ കേസ് അന്വേഷിക്കുന്നതിനിടയിൽ ചുമ്മാ നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യാതെ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കുകയാണെങ്കിൽ വേറെ കേസൊക്കെ ചാർജ് ചെയ്ത് നിൻ്റെ തലയിൽ ഇട്ടുതരാൻ എനിക്ക് വേറെ ഒരു പ്രശ്നമില്ല, ഇനി ഞാൻ നിന്നെ വെറുതെ വിടുന്നു വിചാരിക്കേണ്ട, ഇന്നാണെങ്കിൽ അവസാനം നിന്നെ വെറുതെ വിടുന്നത്, ഇനി നിന്നെ പോലും ഞാൻ വെറുതെ വിടത്തില്ല എന്ന് അവൻ പറയുന്നുണ്ട്. ആ ടൈമിന് ജെയ്ഡാണെങ്കിൽ നിങ്ങൾ ടാറിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് എനിക്ക് അവനെക്കുറിച്ച് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും അറിയത്തില്ല എന്ന് ഫസ്റ്റ് ചാമ്പ് പറയുന്നുണ്ട്. എന്നാൽ വീണ്ടും അവൻ്റെ അടുത്ത് കോപ്പറേറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ചാമ്പ് പറയുന്നുണ്ട് അവൻ എന്നെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ട് എന്തോ ലെറ്റർ
എത്തേണ്ട കാര്യം ട്രൂത്ത് ഓർ ഡെയർ എന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനൊന്നും തന്നെ ചെയ്തിട്ടില്ല. അവൻ എന്താണ് പറയുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാക്കാനും പറ്റിയില്ല. പിന്നെ നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയും, ടാറ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഒരു പയ്യനൊന്നുമല്ല. ഒരു നേർഡ് ലുക്കൊക്കെ കൊടുത്തിട്ട് അവൻ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ അവനാണെങ്കിൽ ഒരു പെണ്ണുങ്ങളെ കിട്ടാനായിട്ട് ഇരിക്കുന്ന ഒരു പയ്യനാണെന്നുള്ള കാര്യം ബാക്കിയുള്ളവർ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ബാക്കി പെൺകുട്ടികളെ പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് വരുത്തുക, പിന്നീട് അവരായിട്ട് ഇൻറ്റിമേറ്റ് ആവുക എന്നുള്ളതാണ്. അവനുമായിട്ട് ഇൻറ്റിമേറ്റ് ആവാൻ സമ്മതിക്കാത്ത പെൺപിള്ളേരുടെ ഡ്രിങ്ക്സിലൊക്കെ അവൻ ഡ്രഗ്സ് ഇടാറുണ്ട്. അങ്ങനെ ഡ്രഗ്സ് യൂസ് ചെയ്ത് അവരെ ബോധം കെടുത്തിയതിന് ശേഷം അവരുമായിട്ട് ഇൻറ്റിമേറ്റ് ആവാറുണ്ട്. അവൻ ഏതൊക്കെ പെൺകുട്ടികളായിട്ട് ഇൻറ്റിമേറ്റ് ആവാറുണ്ടോ അതിൻ്റെ എല്ലാ വീഡിയോസും അവൻ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അവൻ ഒരു പഠിപ്പിയാണെന്നുള്ള ലുക്കിൽ അവൻ ഇരിക്കുന്നത് തന്നെ അവൻ ആരും സംശയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നും പറയുന്നുണ്ട്. അതിനുശേഷം ഇവരെല്ലാവരും അകത്തേക്ക് പോയിരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ പറയുന്നുണ്ട് ശാമ്പ് ഇതേപോലെ അവൻ എന്നെ കോൾ ചെയ്തിട്ട് ഇങ്ങനെ മീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാറി വെച്ചിട്ട്. എന്നാൽ എനിക്ക് അവിടെ നിന്ന് പോകാൻ സമയം ഞാൻ അതുകൊണ്ട് മൈൻഡ് പോലും ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. ശാമ്പിന് ആ ടൈമിൽ നോർമലി നിങ്ങൾ ഏത് ബാറിൽ വെച്ചാണ് മീറ്റ് ചെയ്യാറെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഡ്രിങ്ക് മീറ്റ് വെച്ചാണ് മീറ്റ് ചെയ്യാറ്, ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്യാങ് മൊത്തം മീറ്റ് ചെയ്യുന്ന സെയിം സ്ഥലം അത് അവിടെയാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ അതാണെങ്കിൽ അങ്ങോട്ട് ജെയ്ഡിന് ഇഷ്ടപ്പെടില്ല. കാരണം ജെയ്ഡിൻ്റെ അനിയനും ആ ഒരു ഗ്രൂപ്പിലുണ്ടല്ലോ. അതിനുശേഷം ജെയ്ഡും ക്യാമ്പിനും പോകാനായിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. ആ ടൈമിൽ ചാമ്പ് ശരി ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ആ ഒരു സസ്പെക്ട് ലിസ്റ്റിൽ നിന്നൊക്കെ ഒഴിവാക്കിയോ, ഞങ്ങളുടെ അടുത്തുള്ള സംശയം തീർന്നല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല ഒരിക്കലും ഇല്ല, ഈ കേസ് തീർന്ന് കില്ലറിനെ കണ്ടുപിടിക്കുന്നത് വരെ നിങ്ങളെല്ലാവരും സസ്പെക്ട്സ് തന്നെയാണെന്ന് പറയുന്നുണ്ട്. ചാമ്പ നിങ്ങൾക്ക് പറഞ്ഞ വാക്ക് പാലിച്ചുണ്ട്, ഞങ്ങളെല്ലാം പറഞ്ഞില്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അത് പിന്നെ ഞങ്ങൾ പോലീസുകാരില്ലേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കിയല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന ടൈമിൽ ജെയ്ഡാണെങ്കിൽ ക്യാമിൻ്റെ അടുത്ത് ചെറിൻ്റെ കയ്യിൽ തന്നെ അവൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് നീ കണ്ടിട്ടുണ്ടായിരുന്നോ, കണ്ടിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു സീക്രട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നതായിട്ടാണ് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. ക്യാമിനപ്പോൾ ചുമ്മാതല്ല അവൻ്റെ ഗേൾ ഫ്രണ്ട് മരിച്ചിട്ടും അവൻ കരയാതിരുന്നത്. അറ്റ്ലീസ്റ്റ് അവൻ്റെ അച്ഛന് അവൻ്റെ ഗേൾ ഫ്രണ്ട് മരിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാനായിട്ട് ഒന്ന് കരയാനെങ്കിലും പറഞ്ഞു കൊടുത്തുകൂടായിരുന്നോ, കൊള്ളാം നന്നായിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന ടാറിനെയാണ്. ടാറിപ്പോൾ ആ ഒരു ക്ലബ്ബിൽ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് മറ്റു കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട്. ഭയങ്കര സ്ട്രെസ്ഡാണ്. അത് കണ്ടിട്ടൊരു ഫ്രണ്ട് പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ സ്ട്രെസ്ഡ് ആവുന്നത്, ഒരു കാര്യം ചെയ്യുക വല്ല പെൺകുട്ടീനെ സെറ്റാക്ക്, നീ ഒന്ന് പോയിട്ട് അവളായിട്ട് എല്ലാം ചെയ്യുമ്പോഴത്തേക്കും നിൻ്റെ ഈ സ്ട്രെസ്സൊക്കെ മാറുമെന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ അവിടെ ദൂരെ ഒരു പെൺകുട്ടി നിൽക്കുന്നതും കാണുന്നുണ്ട്. അവളെ ഞാൻ നിനക്ക് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ കൂട്ടുകാരൻ തന്നെ ചെന്ന് ആ ഒരു പെൺകുട്ടീനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ പെൺകുട്ടി സമ്മതിക്കുന്നതുകൊണ്ട് തന്നെ അകത്തൊരു റൂമിലേക്ക് പോയിട്ട് ഇവർ ഇങ്ങനെ ഇൻറ്റിമേറ്റ് അവരായിട്ട് തുടങ്ങുന്നുണ്ട്. ആ സമയം പെൺകുട്ടി നിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ ഒരു പെൺകുട്ടി അതൊന്നും പറ്റത്തില്ല, എനിക്ക് സേഫ്റ്റി മുഖ്യമാണ്, അതുണ്ടെങ്കിൽ ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ നിനക്ക് 10,000 രൂപ വരാം, ഓൾറെഡി ഞാൻ കുറച്ച് ക്യാഷ് തന്നല്ലേ, അപ്പം നീ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഇല്ല പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് അവന് കുറച്ച് എക്സ്ട്രാ ക്യാഷ് കൊടുക്കുകയാണ്. അതിലവൾ വീഴുന്നുണ്ട്. ഓക്കെ നമുക്ക് ചെയ്യാം, പക്ഷേ എനിക്കാണെങ്കിൽ പ്രൊട്ടക്ഷൻ എന്നാലും വേണമെന്ന് ആഗ്രഹമുണ്ട്, നമുക്ക് അത് യൂസ് ചെയ്തിട്ടും ചെയ്യാം അല്ലാതെയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവളെ ഫ്രണ്ടിൻ്റെ ഇത് വാങ്ങാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവൾ പോകുന്ന ടൈമിന് അവനാണെങ്കിൽ ഒരു സിഗരറ്റൊക്കെ സ്മോക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ ടൈമിന് മാസ്ക് ഒക്കെ ഇട്ട് ഒരാൾ പെട്ടെന്ന് വന്നിട്ട് അവൻ്റെ തലക്കടിച്ച് ഇങ്ങനെ വീഴ്ത്താണ്. ആ ടൈമിന് അവൻ്റെ ബോധം മൊത്തത്തിൽ പോയിട്ടില്ല. പെട്ടെന്ന് ഇങ്ങനെ വീഴുമ്പോഴത്തേക്കും പേടിച്ചിട്ട് ആരാ എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഉറക്കെ കിടന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ പുറത്ത് ആ ഒരു പാർട്ടിയുടെ മ്യൂസിക്കും എല്ലാം തന്നെ കിടക്കുന്നുണ്ട്. ആർക്കും തന്നെ അവൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവനവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ പാടില്ല എന്ന് കരുതിയിട്ട് തന്നെ ആയിരിക്കണം അവൻ്റെ കാലിലൊക്കെ തന്നെ ആ ഒരു ബാറ്റ് പോലത്തെ സംഭവമായിട്ട് അടിക്കുന്നുണ്ട്. അവനിപ്പോൾ എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിലാവുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ ആ മാസ്ക് ഇട്ട് വന്ന ആളാണെങ്കിൽ പോക്കറ്റിൽ നിന്ന് ഒരു പാക്കറ്റ് ഡ്രഗ്സ് എടുക്കുന്നുണ്ട്. അതിൽ കുറച്ചെടുത്ത് ഇവനെ കൊണ്ട് കഴിപ്പിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൻ്റെ ബോധമൊക്കെ ഇങ്ങനെ പോയി തുടങ്ങുന്നുണ്ട്. ആ ടൈമിൽ അയാൾ ട്രൂത്ത് ഓർ ഡെയർ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവനാണെങ്കിൽ ഒന്നും പറയാൻ നിൽക്കുന്നില്ല, എന്നെ വെറുതെ വിട്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് മാത്രം ചോദിക്കുകയാണ്. മാസ്ക് ഇട്ട ആളപ്പോൾ കത്തിയാണെന്ന് തോന്നുന്നില്ല, എന്തോ കമ്പി കഷ്ണം പോലത്തെ ഒരു സംഭവം എടുക്കുന്നുണ്ട്, അവൻ്റെ കയ്യിലേക്ക് കുത്തി ഇറക്കുകയാണ്. എന്നിട്ട് അവൻ്റെ അടുത്ത് വീണ്ടും ട്രൂത്ത് ഓർ ഡെയർ നിനക്കുള്ള ലാസ്റ്റ് ചാൻസ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ ട്രൂത്ത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അയാളാണെങ്കിൽ അവനോട് ചോദിക്കുന്നുണ്ട് നീയാണെങ്കിൽ ഫായിനെ റേപ്പ് ചെയ്തിട്ടുണ്ടോയെന്ന്. അവനിപ്പോൾ ഇല്ലില്ല ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞില്ല, ഇനി എന്നെ വെറുതെ വിടാനായി പറയുന്നുണ്ട്. അയാളെ സമയം കള്ളം പറയരുതെന്ന് അവൻ്റെ അടുത്ത് വീണ്ടും പറയുന്നുണ്ട്, ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവൻ പറയുന്നുണ്ട് ശരിയാണ് ഞാൻ അവളെ റേപ്പ് ചെയ്തു എന്ന്. ആ ടൈമിൽ തന്നെ അവൻ ഇതുപോലെ അവളെ ബോധം കെടുത്തിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ ബെഡിൽ കിടത്തി റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ചെറിയൊരു സീനൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. അടുത്ത് വീണ്ടും പ്രസന്റിലേക്ക് വരുമ്പോഴത്തേക്കും ടാറ് പറയുന്നുണ്ട് ഞാനിപ്പോൾ സത്യം പറഞ്ഞില്ലേ, ഇനി എന്നെ വെറുതെ വിട്ടൂടെയെന്ന്. ആ ടൈമിന് ഒരുപക്ഷെ ട്രൂത്ത് ഓർ ഡെയറിൽ അവൻ ട്രൂത്ത് ചൂസ് ചെയ്തുകൊണ്ടായിരിക്കാം ട്രൂത്ത് എന്ന് എഴുതിയിരിക്കുന്ന ഒരു പേപ്പർ എടുത്തിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ വെക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പേപ്പറിൽ കൂടി തന്നെ അവൻ്റെ നെഞ്ചിലേക്ക് ആ ഒരു കമ്പി കൊണ്ട് കുത്തുന്നുണ്ട്. അവിടെ തന്നെ അവൻ മരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ജെയ്ഡിനെയും ക്യാമിനെയും കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവർ രണ്ടുപേരും നേരെ ഡ്രിങ്ക് മീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബിലേക്കാണ് വന്നിരിക്കുന്നത്. കാരണം നേരത്തെ ചാമ്പിനെ ചോദ്യം ചെയ്തതിലൂടെ ഒരുപക്ഷെ ടാറ് ഇവിടെ ഉണ്ടാകുമെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അവർ അകത്തേക്ക് ചെല്ലുന്നുണ്ട്. കയറി പോകുന്ന സമയം കാമിൻ അവിടെ സൈഡിൽ നിൽക്കുന്ന ഒരു പയ്യനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്.
നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു പയ്യൻ്റെ കാര്യമൊന്നും തന്നെ ജെയ്ഡിനോട് പറയുന്നില്ല. കാമിൻ ജെയ്ഡിൻ്റെ കൂടെ ഒന്നും പറയാതെ കയറി പോകുന്നുണ്ട്. ആ ഒരു പയ്യൻ ആക്ച്വലി ടോങ്ക്ലയായിരുന്നു. കാമിന് അത് ടോങ്ക്ലയാണെന്ന് മനസ്സിലായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ടോങ്ക്ലയാണെങ്കിൽ അവിടെ ആരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പോലും തോന്നുന്നുണ്ട്. അതിനുശേഷം ഇവരകത്തേക്ക് കയറിയിട്ട് അവിടെ മൊത്തം തന്നെ ടാറിനെ അന്വേഷിക്കുന്നുണ്ട്. എവിടെ അന്വേഷിച്ചിട്ടും ടാറിനെ കിട്ടുന്നില്ല. അപ്പോൾ അവരിങ്ങനെ അന്വേഷിക്കാതെ ഈ ക്ലബിൻ്റെ അകത്ത് വേറെ ഏതെങ്കിലും സ്ഥലം ഉണ്ടാകുമോ എന്നൊക്കെ അവരിങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമിലാണ് നേരത്തെ ടാറുമായിട്ട് ഇൻറ്റിമേറ്റ് ആവാനായിട്ട് നിന്ന ഒരു പെൺകുട്ടി പ്രൊട്ടക്ഷനും വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വരുന്നത്. വരുമ്പോൾ കാണുന്നത് ടാറാണെങ്കിൽ മരിച്ചു കിടക്കുന്നതാണ്. അവൾ പേടിച്ച് അലറി വിളിക്കുന്നുണ്ട്. ഈ ശബ്ദം കേട്ട് ഇവരുടെ നേരെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഈ പെൺകുട്ടി സൈഡിൽ നിന്ന് പേടിച്ച് ഓടി വരുന്ന കണ്ടിട്ട് ഇവരെന്താ കാര്യം ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവൾ അങ്ങ് സൈഡിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പേടിച്ച് മാറിയിരിക്കാണ്. അങ്ങനെ ഇവർ പതുക്കെ അതിൻ്റെ അകത്തേക്ക് കയറി നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ കാണുന്നത് ഇതുപോലെ തന്നെ ടാറ് മരിച്ചു കിടക്കുന്നതാണ്. ടോങ്ക്ല ആ ഒരു ക്ലബിൻ്റെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി തന്നെ കാമിൻ കണ്ടതായതുകൊണ്ട് തന്നെ ടോങ്ക്ലയെ ഞാൻ വിളിച്ച് വരുന്നുണ്ട്. നിനക്ക് ഇതിൽ എന്താണ് പങ്കെന്നുള്ള രീതിയിലെല്ലാം തന്നെ ടോങ്ക്ലയോട് ചോദിക്കുമ്പോൾ ഞാൻ ഇവനെ കാണാൻ വന്നതെന്നല്ല, എനിക്ക് മറ്റു കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതെന്നാന്ന് പറയുന്നുണ്ട്. കാമിനപ്പോൾ വിശ്വസിക്കാതിരിക്കുമ്പോൾ എന്താ എനിക്ക് വേറെ ഫ്രണ്ട്സൊന്നും ഉണ്ടായിക്കൂടെ, സത്യമായിട്ട് ഞാൻ ഇവന് വേണ്ടി നിന്നതല്ല എന്ന് തിരിച്ച് ടോങ്ക്ല വീണ്ടും പറയാണ്. ടാറിൻ്റെ ഡെഡ് ബോഡി കണ്ട ഒരു പെൺകുട്ടിയുടെ അടുത്ത് അല്ല നീയാണെങ്കിൽ അങ്ങോട്ടേക്ക് എന്തിനാ പോയതെന്നൊക്കെ തന്നെ ജെയ്ഡ് വിളിച്ചു ചേർത്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവളാണെങ്കിൽ എന്തായിരുന്നു സംഭവം, അവരിങ്ങനെ ഇൻറ്റിമേറ്റ് ആവാൻ പോയതായിട്ടും അവൾ പ്രൊട്ടക്ഷൻ വാങ്ങാൻ പോയതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. ജെയ്ഡ് ആ സമയം പോയിട്ട് വരാൻ ഇത്രയും ടൈം എടുത്തു എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കാനാണ് പോയത്, എന്നാൽ അവളുടെ കയ്യിൽ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തുള്ളൊരു കടയിലോട്ട് വാങ്ങാനായിട്ട് പോയിട്ട് വന്ന ടൈമിനാണ് ഇങ്ങനെ ഞാൻ കണ്ടതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു പെൺകുട്ടീനെയൊക്കെ ചോദ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കാമിനും ജെയ്ഡും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ആ ഒരു പെൺകുട്ടി ജെയ്ഡിനോട് എന്നാണോ പറഞ്ഞത് അത് ജെയ്ഡ് കാമിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാമിൻ അന്വേഷിച്ചപ്പോഴത്തേക്കും ഒരു 15 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഒരു കൺവീനിയൻസ് സ്റ്റോർ ഉണ്ട്. സോ ആ ഒരു പെൺകുട്ടി പ്രൊട്ടക്ഷൻ വാങ്ങാനായിട്ട് മേ ബി അങ്ങോട്ടേക്ക് തന്നെ ആയിരിക്കും പോയിട്ടുണ്ടാകുക. കാരണം അങ്ങോട്ടേക്ക് പോയിട്ട് തിരിച്ചു വരാൻ എടുക്കുന്ന ടൈം തന്നെയാണ് നേരത്തെ ആ ഒരു പെൺകുട്ടി എടുത്തത്. സോ ആ ഒരു പെൺകുട്ടിയെ കള്ളം പറഞ്ഞിട്ടുണ്ടാവില്ല, അവൾ പറയുന്നത് ശരിയായിരിക്കും എന്നൊരു തോന്നൽ അവർക്ക് വരുന്നുണ്ട്. അതേസമയം ജെയ്ഡിന് ഒരു സംശയം വരുന്നുണ്ട്, ഒരുപക്ഷെ ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ കില്ലറിൻ്റെ ടീമിലുള്ളത് തന്നെ ആയിരിക്കുമെന്ന്. ആ സമയം കാമിന് CCTV എല്ലാം ചെക്ക് ചെയ്തോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു മരണം നടന്ന റൂമിൽ CCTV ഒന്നും ഇല്ല, തൊട്ടടുത്തുള്ള CCTV കഴിഞ്ഞ ദിവസം രാത്രി കംപ്ലൈൻ്റ് ആയി പോവുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. കാമിനപ്പോൾ ഇങ്ങനെ ഇട്ടാൽ ശരിയാവത്തില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ കില്ലേഴ്സ് എല്ലാവരും കൊന്നു കളയും, അതിനേക്കാളും നമ്മൾ എങ്ങനെയെങ്കിലും അവരെക്കാളും ഒരുപടി മുന്നിലെത്തണം, ഇല്ലാതെ നമുക്ക് തടയാനേ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ജെയ്ഡ് ആ സമയം ഇന്നിനി രാത്രി നമുക്കൊന്നും ചെയ്യാനേ പറ്റത്തില്ല, നാളെ രാവിലെ അടുത്ത് വർക്ക് നോക്കാമെന്ന് പറയുന്നുണ്ട്. കാമിന ടൈമിൽ നീ എന്നെ നമ്മുടെ ഓഫീസിലേക്ക് തന്നെ വിട്ടേക്കാനായിട്ട് പറയുന്നുണ്ട്. ജെയ്ഡ് അപ്പോൾ അതൊന്നും പറ്റത്തില്ല, ഇങ്ങനെ ഫുഡിരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിനക്കും എല്ലാം പറ്റിപ്പോകും എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കെന്ത് പറ്റിയാലും അത് എൻ്റെ കാര്യമല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ജെയ്ഡിൻ്റെ അടുത്ത് നിന്ന് വണ്ടിയുടെ കീ വാങ്ങാനായിട്ട് കാമിൻ നോക്കുന്നുണ്ട്. എന്നാൽ ജെയ്ഡ് കൊടുക്കുന്നില്ല. ജെയ്ഡ് എടുത്ത് അവൻ്റെ പോക്കറ്റ് വെച്ചിട്ട് പറ്റുമെങ്കിൽ അവിടെ നിന്ന് എടുത്തോളാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ കാമിൻ അവിടെയും കൈയിട്ട് അത് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. ജെയ്ഡ് അപ്പോൾ നീ ഇങ്ങനെ ആവശ്യത്തെ സ്ഥലത്തൊന്നും തൊടല്ലേ എന്നൊക്കെ പറയുമ്പോൾ കാമിനാണെങ്കിൽ ഒരു പോലീസുകാരൻ പറയുന്ന ഡയലോഗാണോ നീ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജെയ്ഡ് നീ രാവിലെ തൊട്ട് സീരിയസ് ആയിട്ടിരുന്നുകൊണ്ട് നിന്നൊന്ന് ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ, നീ വാ നമുക്ക് പോവാമെന്നും പറഞ്ഞ് അവൻ വണ്ടി കയറുന്നുണ്ട്. കാമിനും കൂടെ ചെന്ന് വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. ആ സമയം ജെയ്ഡാണെങ്കിൽ നേരെ നമുക്ക് നീ താമസിക്കുന്ന ഹോട്ടലിലോട്ട് പോകും, നീ അവിടെ നിന്നിൻ്റെ സാധനങ്ങളെല്ലാം തന്നെ പാക്ക് ചെയ്തെടുക്കാനായിട്ട് പറയുന്നുണ്ട്. കാമിനപ്പോൾ എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് നേരെ പറഞ്ഞതുപോലെ തന്നെ കാമിൻ താമസിക്കുന്ന ഒരു ഹോട്ടലിലേക്കാണ് ജെയ്ഡ് കാമിനെ കൊണ്ടുവരുന്നത്. കാമിൻ അവൻ്റെ ലഗേജ് എല്ലാം പാക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ജെയ്ഡ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കാമിൻ ആ ഒരു ലഗേജും കൊണ്ടുവരുമ്പോഴത്തേക്കും കുറച്ച് ലഗേജ് മാത്രമേ അവൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കണ്ടിട്ട് ജെയ്ഡാണെങ്കിൽ അല്ല ബാക്കി ലഗേജൊക്കെ എവിടെ, അതൊന്നും എടുക്കുന്നില്ല എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഫസ്റ്റ് നീ കൊണ്ടുപോകുന്ന സ്ഥലം എനിക്ക് നിൽക്കാൻ പറ്റുന്നതാണെന്നൊക്കെ നോക്കട്ടെ, എനിക്കാണെങ്കിൽ കുറച്ച് പ്രൈവസി ഉള്ള സ്ഥലമൊക്കെയാണ് ഇഷ്ടം, അതും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തീരെ ഇഷ്ടമല്ല. സോ എല്ലാം ഓക്കെ ആയാലേ ഞാനാണെങ്കിൽ എല്ലാ ലഗേജ് എടുത്തുകൊണ്ട് വരത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ജെയ്ഡപ്പോൾ ഞാനിവിടെ എത്ര വർഷമായിട്ട് താമസിക്കുന്ന ആളെ, എനിക്കിവിടെ എല്ലാ ഏരിയ അറിയാം, നിനക്ക് പറ്റിയ സ്ഥലം തന്നെയാണ് അവിടെ ഉള്ളത്, നിനക്കാണെങ്കിൽ അവിടെ നല്ല പ്രൈവസി ഉണ്ടാവും, നിനക്കെല്ലാം സൂപ്പറായിട്ട് താമസിക്കാനും പറ്റുമെന്ന് പറയുന്നുണ്ട്. ജെയ്ഡ് നേരെ കാമിനെ കൊണ്ടുവരുന്നത് ജെയ്ഡിൻ്റെ വീട്ടിലേക്കാണ്. കാമിനപ്പോൾ ഇവിടെയാണോ നീ എന്നെ താമസിപ്പിക്കാമെന്ന് പറഞ്ഞ് അതൊന്നും വേണ്ട ഞാൻ ഇപ്പോഴേ പോവാണെന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങാനേ നിൽക്കുന്നുണ്ട്. എന്നാൽ ജെയ്ഡാണെങ്കിൽ ഈ രാത്രി ഇനി തിരിച്ച് നിനക്ക് ഹോട്ടലിലോട്ട് പോകാൻ പറ്റില്ല, നീ ഇന്നിവിടെ സ്റ്റേ ചെയ്യും, നിനക്ക് പറ്റിയില്ലെങ്കിൽ മാത്രം നീ നാളെ രാവിലെ തിരിച്ചു പൊക്കോ, നിനക്ക് ഓക്കെ ആണെങ്കിൽ നമുക്കാണെങ്കിൽ ഇവിടെ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യാമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിൽ തന്നെ അങ്ങോട്ടേക്ക് ജെയ്യും വന്നിട്ട് ജെയ്യാണെങ്കിൽ ഇവൻ്റെ ലഗേജ് എല്ലാം എടുക്കുന്നുണ്ട്. കാമിനപ്പോൾ ഇവൻ്റെ പ്ലാനിൽ നീയും കൂടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ നിങ്ങൾ തരുന്ന റെൻറ്റിൻ്റെ പകുതിയാണെങ്കിൽ ഇവൻ എനിക്ക് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ കൂടെ നിന്നേന്നൊക്കെ ജെയ് പറയുന്നുണ്ട്. ആ സമയം കാമിൻ്റെ അടുത്ത് ജെയ്ഡ് ചോദിക്കുന്നുണ്ട്, നീ താമസിച്ച ഹോട്ടലിൽ നീ എത്രയാണ് ക്യാഷ് അടച്ചുകൊണ്ടിരുന്നത്, അതിൻ്റെ പകുതി നീ ഇവിടെ തന്നാൽ മതി എന്ന് പറയുന്നുണ്ട് റെൻ്റായിട്ട്. അപ്പോൾ അവൻ ക്യാഷ് പറയുമ്പോഴത്തേക്കും അതാണെങ്കിൽ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയിരുന്നു. ജെയ്യും ഞെട്ടുന്നുണ്ട് ജെയ്ഡും ഞെട്ടുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഇവൻ്റെ നിന്ന് കുറേ ക്യാഷ് വാങ്ങാൻ പറ്റും എന്നൊരു ചിന്തയിൽ കുറച്ച് എമൗണ്ട് കൂട്ടി തന്നെ പറയുന്നുണ്ട് അത്രയും റെൻറ്റ് തരാനായിട്ട്. ആ ടൈമിന് അതിനെന്താ ഓക്കെ എന്നുള്ള രീതിയിൽ
രീതിയിൽ തന്നെ അപ്പം തന്നെ കാമിൻ സമ്മതിക്കുന്നുണ്ട്. കാമിൻ അതേപോലെ തന്നെ ഇന്ന് താമസിച്ച് നോക്കിയിട്ട് എനിക്കിവിടെ ഓക്കെ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു കോൺട്രാക്റ്റ് വയ്ക്കും. ആ കോൺട്രാക്റ്റ് വെച്ച് മാത്രമേ ഞാൻ മുന്നോട്ട് ഇവിടെ താമസിക്കത്തുള്ളൂ. പിന്നെ എനിക്ക് ഫ്രീ വൈഫൈ, ഫ്രീ ഫുഡ് അതെല്ലാം വേണമെന്ന് പറയുന്നുണ്ട്. ജയ്ഡപ്പോൾ അതൊക്കെ ഓക്കെയാണ്, ഞാനിപ്പോൾ പോയിട്ട് നിനക്ക് നൈറ്റ് കഴിക്കാൻ ഫുഡ് റെഡിയാക്കാമെന്ന് പറയുന്നുണ്ട്. കാമിനപ്പോൾ വേണ്ട എനിക്ക് വിശപ്പില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ അപ്പം തന്നെ കറക്റ്റ് അവൻ്റെ വയറ്റിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ സിമ്പിളായിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഫുഡൊക്കെ റെഡിയാക്കാൻ പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ കാമിനാണെങ്കിൽ ജോലിക്ക് പോകാനായിട്ട് റെഡിയായി വരുന്നതാണ്. ആ ടൈമിന് ജയ്ഡ് അവന് കഴിക്കാനുള്ള ഫുഡെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. കാമിന് വരുന്ന കാണുന്നതും വന്നോ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഫുഡ് റെഡിയാക്കുമായിരുന്നു, വന്നിരുന്ന് കഴിക്കാനായി പറയുന്നുണ്ട്. ആ ടൈമിന് ജയ്ഡാണെങ്കിൽ ഷർട്ട് ഇടാതെയായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. ഇത് കാമിൻ ശ്രദ്ധിക്കുന്നുണ്ട്. കാമിനെ ശ്രദ്ധിക്കുന്ന കണ്ടിട്ട് ജയ്ഡ് പറയുന്നുണ്ട്, പേടിക്കണ്ട, ഇത് നിനക്ക് ഡെയിലി ഇനി കാണേണ്ടി വരും. പക്ഷേ ടെൻഷൻ ആവേണ്ട യാതൊരു ആവശ്യമില്ല, ഈ ടവലിൻ്റെ അടിയിൽ ഞാനാണെങ്കിൽ പാൻറ്റ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ടവൽ റിമൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാമിന് അത് കണ്ടതോടെ മതിയായിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ തിരിച്ചങ്ങ് ഹോട്ടലിലേക്ക് പോവാണ്, ഇവിടെ ഞാൻ സ്റ്റേ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. ജയ്ഡപ്പോൾ അതൊന്നും പറയാൻ പറ്റത്തില്ല, നീയാണെങ്കിൽ ഒരു കോൺട്രാക്റ്റ് പോലും ഓൾറെഡി സൈൻ ചെയ്ത് വെച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന പരിപാടിയില്ല. കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്തിട്ട് വേണമെങ്കിൽ പിന്നീട് അത് ക്യാൻസലാക്കി പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം നീ അതൊക്കെ വിട്ടിട്ട് വന്നിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം ജയ്ഡും ഡ്രസ്സ് മാറ്റിയിട്ട് വരുന്നുണ്ട്. അവർ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ആ ഒരു ടൈമിന് കോളേജിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് അങ്ങോട്ടേക്ക് ജയ് വരുന്നുണ്ടായിരുന്നു. ജയ്നെ കാണുമ്പോഴത്തേക്കും ഇതുപോലെ ടാറ് മരിച്ച കാര്യം നീ അറിഞ്ഞോ എന്നൊക്കെ കാമിൻ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഞാൻ അറിഞ്ഞു, ഞാനും അവനും ആക്ച്വലി അത്ര ക്ലോസ് അല്ല, ചാമ്പും അവനുമാണ് നല്ല ക്ലോസ് ആയിട്ടുള്ളത്, പക്ഷേ എന്നാലും അവനാണെങ്കിൽ മരിച്ചു നിങ്ങളായിട്ട് എക്സ്പെക്ട് ചെയ്തില്ല എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. ആ സമയം അവനോട് ചോദിക്കുന്നുണ്ട്, ടോങ്കളയാണെങ്കിൽ ടാറ് മരിച്ച ആ ഒരു ബാറിലോട്ട് പോയിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും അവിടെ വെച്ച് കൂടാറുണ്ടോ, നിങ്ങൾ നോർമലി പോകുന്ന സ്ഥലമാണോ എന്ന്. ആ ടൈമിന് ഒരിക്കലും അല്ല, അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ക്ലബ്ബാണ്, അതുകൊണ്ട് തന്നെ അവിടെ പോകുന്ന ടാറും ചാമ്പും മാത്രമാണ്, ടോങ്കളയും ഞങ്ങളും ആരും തന്നെ അങ്ങോട്ടേക്ക് അങ്ങനെ പോകാറേ ഇല്ല എന്ന് പറയുന്നുണ്ട്. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ തന്നെ ജയ് പറയുന്നുണ്ട്, ഇതിപ്പോൾ നിങ്ങളുടെ വർക്ക് ടൈം അല്ല, അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഞാൻ മറുപടി ഒന്നും ഇനി തരാൻ പോകുന്നില്ല, ഇപ്പം നിങ്ങൾക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ പോയി കഴിയുമ്പോൾ കാമിനും ജയ്ഡും തമ്മിൽ പരസ്പരം സംസാരിക്കുന്നുണ്ട്. അവരിങ്ങനെ പറയുന്നുണ്ട്, ടോങ്കളയ്ക്ക് ആ ഒരു ക്ലബ്ബിലോട്ട് പോകാനായിട്ട് വലിയ കാരണമൊന്നുമില്ല, പ്രത്യേകിച്ച് അവിടെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ അവനിപ്പോൾ താല്പര്യമില്ലെന്നാണ് ഇപ്പോൾ ജയ് പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് ടാറ് മരിച്ച അതേ ടൈമിന് അവൻ അവിടെ ഉണ്ടായിരുന്നത്, നമുക്കാണെങ്കിൽ അതൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഫസ്റ്റ് നമുക്ക് ടാറിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അന്വേഷണം തുടങ്ങാമെന്ന് പറയുന്നുണ്ട്. ജയ്ഡും അപ്പോൾ ഓക്കെ എന്നൊക്കെ തന്നെ പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഇപ്പോൾ പായി മരിച്ചു, പിന്നെ അതുപോലെ തന്നെ ടാറും മരിച്ചു, ബാക്കി അപ്പോൾ ഫ്രണ്ട് ഗ്യാങ്ങിലുള്ള 6 പേരും തമ്മിൽ കോളേജിൽ നിന്ന് ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന ടൈമിന് പോലീസുകാർ എന്തെങ്കിലും ചോദിച്ചോ എന്താണ് സംഭവം എന്നുള്ള രീതിയിലെല്ലാം അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ജയ്യിനോട് ചോദിക്കുമ്പോൾ ജയ് ആണെങ്കിൽ എൻ്റെ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടെന്നും പറയുന്നുണ്ട്. ആ ടൈമിന് അവർ നീ എന്തെങ്കിലും മറുപടി പറഞ്ഞെന്ന് വെച്ചപ്പോൾ ഇല്ലല്ല ഞാനൊന്നും പറഞ്ഞില്ല എന്ന് അവൻ തിരിച്ചു പറയാണ്. ടോങ്കളയെ അപ്പോൾ എന്നെ ആ പോലീസുകാർ ഒരുപാട് ചോദ്യം ചെയ്തു, ഇന്നലെയും കുറേ ചോദിച്ചു എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിൽ ചാമ്പ് ഇന്നലെയോ അതിന് അവരെന്തിനാ നിൻ്റെ അടുത്ത് തന്നെ ചോദ്യം ചോദിക്കാൻ വന്നേന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ടോങ്കള അത് പിന്നെ ടാറ് മരിച്ച ആ ഒരു ടൈമിന് ഞാനാണെങ്കിൽ ആ ഒരു ക്ലബിൻ്റെ അതൊരു പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു, സോ എന്നെ മനസ്സിലാക്കിയിട്ട് അവരാണെങ്കിൽ എന്നെ പിടിച്ചെടുത്ത് കുറേ ചോദ്യം ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ചാമ്പ് അല്ല നീ എന്തിനാ ആ ടൈമിൽ അങ്ങോട്ടേക്ക് പോയെന്ന് ചോദിക്കുന്നുണ്ട്. ടോങ്കള ഇപ്പോൾ മടിക്കുന്നുണ്ട്, എന്തോ മറുപടി പറയുന്നില്ല. അവനാണെങ്കിൽ അതിൽ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് എനിക്കൊരു വർക്ക് ഉണ്ട്, ഞാനത് ഇപ്പോഴാണ് ഓർത്തതെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അതിനുശേഷം വീണ്ടും കാമിനെയും ജയ്ഡിനെയും തന്നെയാണ് കാണിക്കുന്നത്. അവരിപ്പോൾ ടാറിൻ്റെ വീട്ടിൽ നിന്ന് സെർച്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ടാറിൻ്റെ റൂമിൽ നിന്നാണ് സെർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുമ്പ് ചാമ്പിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന ടൈമിന് ചാമ്പ് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്നെ ഇതുപോലെ ടാർ കോൾ ചെയ്തിട്ട് ആ ഒരു ലെറ്റർ അയച്ച ഞാനല്ലേ അതല്ലേ ഇതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് വെച്ചിട്ട് ടാറിന് ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ടെന്നും ആ ലെറ്റർ കണ്ടുപിടിക്കണമെന്ന് തീരുമാനിച്ചിട്ട് അവർ ട്രൂത്ത് ഓർ ഡെയർ ലെറ്റർ എവിടെയാണെന്ന് അവരെ റൂം മൊത്തം അന്വേഷിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ടാറിൻ്റെ ലാപ്ടോപ്പിൽ അവനിങ്ങനെ ഡ്രഗ്സ് ഒക്കെ കൊടുത്തിട്ട് മയക്കിക്കൊണ്ട് ഓരോ പെൺപിള്ളേരെ കൊണ്ടുവന്ന് അവരെ ഫോട്ടോ എടുത്തതും അവരായിട്ട് ഇൻറ്റിമേറ്റ് ആയതും അങ്ങനെ കുറേ സംഭവങ്ങൾ അവൻ്റെ ലാപ്ടോപ്പിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ കാമിനും ജയ്ഡിനും നല്ല ദേഷ്യം വരുന്നുണ്ട്. ജയ്ഡ് പറയുന്നുണ്ട്, ആ ഒരു കില്ലർ ഇവനെയൊന്നും കൊന്നതിൽ ഒരു തെറ്റും തോന്നില്ല എന്ന്. കാമിൻ അതൊക്കെ ശരിയാണ്, പക്ഷേ ആരെയും കൊല്ലാനുള്ള അധികാരം ആർക്കും ഇല്ലല്ലോ എന്ന് തിരിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഓരോ ലെറ്റർ അന്വേഷിക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഷെൽഫിൻ്റെ മുകളിലിരിക്കുന്ന ഒരു ബോക്സിൽ നിന്ന് ആ ഒരു ലെറ്ററും അതിനകത്തിരുന്ന ഫോട്ടോസ് സംഭവങ്ങളെല്ലാം തന്നെ ജയ്ഡ് കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ കാമിനെ വിളിച്ച് കാണിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് ടാർ ഇതുപോലെ ഓരോ പെൺപിള്ളേരെ ഇങ്ങനെ മയക്കി കിടക്കുന്നതായിട്ടും അങ്ങനെയൊക്കെ കുറച്ച് ഫോട്ടോസ് ആയിരുന്നു. ഏറ്റവും എൻഡിൽ മറ്റൊരു ഫോട്ടോസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ടാറും അവൻ്റെ 8 ഫ്രണ്ട്സ് വരുന്ന എൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ വെട്ടിക്കുറിച്ച് വെച്ചേക്കുന്നത്. അത് കാണിച്ചിട്ട് കാമിൻ പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പാണ് ഈ ഒരു കില്ലർ ഒരാളെ അല്ല ഈ ഒരു എൻ്റെ ഗ്രൂപ്പിനാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, കണ്ടിട്ട് ഒരു സീരിയൽ കില്ലിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനുശേഷം കാണിക്കുന്നത് ടോങ്കളേനെയാണ്. അവനിപ്പോൾ കുറേ ഫോട്ടോസ് സംഭവങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവനും ആ ഒരു ട്രൂത്ത് ഓർ ഡെയറിൻ്റെ ലെറ്റർ കിട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെ ആ ഒരു ഫോട്ടോസിൽ എന്താ സംഭവം എന്നറിയത്തില്ല, അവൻ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോസാണ്, അതൊന്നും കാര്യം എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും അത് നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ടാറിന് കിട്ടിയ അതേ സെയിം ഫോട്ടോ വരണം ഇവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതായത് ആ ഫ്രണ്ട്സിൻ്റെ എല്ലാവരെയും ഒരുമിച്ചിരിക്കുന്ന
ഇരിക്കുന്ന മുഖമൊക്കെ ഇങ്ങനെ വെട്ടിക്കളഞ്ഞൊരു ഫോട്ടോ. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും ട്രൂത്ത് ഡെയർ എന്ന് പറഞ്ഞിട്ട് 2 കാർഡും ഇരിക്കുന്നുണ്ടായിരുന്നു. അതിലൊരു കാർഡിൻ്റെ ബാക്കിലായിട്ട് ചെറിൻ്റെയും ബെല്ലിൻ്റെയും പേര് എഴുതി വെച്ചിട്ടുണ്ട്. മറ്റേ കാർഡിലായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവർ ചെയ്തതെല്ലാം നീ കണ്ടതാണ്, എന്നിട്ട് നീ അവരെ തടഞ്ഞില്ല, കാരണം അവർ നിന്നെ പൈസ കൊടുത്ത് വെച്ചിരിക്കുവാണെന്ന്. വീണ്ടും ജെയ്ഡിനെയും കാമിനെയും കാണിക്കുമ്പോൾ അവരിപ്പോൾ ടാറിൻ്റെ വീട് അന്വേഷിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജെയ്ഡാണെങ്കിൽ ടെൻഷനായിട്ട് ജെയ്നെ കോൾ ചെയ്യുന്നുണ്ട്. നിനക്ക് ഇതുപോലെ വല്ല ട്രൂത്ത് ഓർ ഡെയറിൻ്റെ ലെറ്റർ എല്ലാം കിട്ടുമെന്ന് വയ്ക്കുമ്പോൾ ഇല്ല എന്ന് ജെയ് പറയുന്നുണ്ട്. ആ ടൈമിൽ നിൻ്റെ ഫ്രണ്ട്സിനെല്ലാം കിട്ടുമെന്ന് വരുമ്പോൾ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ജെയ് അങ്ങ് കോൾ കട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. ആ ടൈമിന് കാമിൻ പറയുന്നുണ്ട്, നീ ഒന്ന് സമാധാനിക്കുക, എന്തായാലും അടുത്ത ടാർഗറ്റ് അവനല്ലാന്ന് മനസ്സിലായില്ലേ, അവൻ ലെറ്റർ വന്നിട്ടില്ലല്ലോ, ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ജെയ്ഡാണെങ്കിൽ നിനക്ക് നമ്മളെ കൊണ്ട് ഇതൊക്കെ തടയാൻ പറ്റും തോന്നുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം ചെയ്യാം, ജെയ്യുടെ കാര്യമല്ല ഞാൻ തന്നെ നോക്കിക്കോളാം, അവനെ ലെറ്റർ കിട്ടാതെ അവനെ ഞാൻ സേഫാക്കി വെച്ചോളാം, ഇതിലേക്ക് ഞാൻ ഇറങ്ങേണ്ടിയിരിക്കുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിന് കാമിൻ അത് തന്നെയാണ് ആ ഒരു കില്ലറിന് വേണ്ടത്, നീ അവരെ താളത്തിനൊത്ത് കളിക്കാനേ നിൽക്കരുത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരെ പ്ലാൻ എന്താണോ അതുപോലെ നടക്കും, അതുകൊണ്ട് തന്നെ അങ്ങനെ നീ ഒരിക്കലും ചെയ്യാൻ പോകണ്ട, പകരം നമുക്ക് ജെയ്നെ നമുക്ക് നമ്മുടെ കൺവെട്ടത്ത് എവിടെയും തന്നെ നിർത്തിയിരിക്കാം, അതാകുമ്പോൾ നമുക്ക് അവനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റുമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിന് ജെയ്ഡ് ചോദിക്കുന്നുണ്ട്, നീ സീരിയസ് ആയിട്ട് പറ, നമ്മളെ കൊണ്ട് ഈ കില്ലിംഗ് ഒക്കെ നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോയെന്ന്. ആ ടൈമിന് കാമിൻ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് കില്ലറിനെ പിടിക്കാൻ പറ്റുമെന്ന് അവൻ പറയുന്നുണ്ട്. ഏകദേശം നൈറ്റ് ഇവർ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുള്ളൊരു കാര്യമാണ് കാണിക്കുന്നത്. ഇപ്പോൾ കാമിനാണെങ്കിൽ ജെയ്ഡിൻ്റെ വീട്ടിലാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ നൈറ്റ് ആണെങ്കിൽ കാമിൻ കുളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന് ഡ്രസ്സൊന്നും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല. അവനങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ എവിടെയാണ്, ഇവിടെ കുറേ വേറെ ഡ്രസ്സാണല്ലോ ഷെൽഫിൽ ഇരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം അതൊക്കെ നിനക്കിടാൻ വേണ്ടി ഞാൻ വെച്ചേക്കുന്നതന്നെ, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തിട്ടോ, അതൊക്കെ നിനക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെ, പിന്നെ നിൻ്റെ ഡ്രസ്സെല്ലാം ഞാൻ വാഷ് ചെയ്യാനായിട്ട് ഇട്ടു എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ കാമിൻ എൻ്റെ ഡ്രസ്സ് അങ്ങനെ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കും നീ പേടിക്കേണ്ട, അവിടെ നീ ഹോട്ടലിൽ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കുമ്പോൾ അവർ 1000 രൂപയാണ് വാങ്ങുന്നത്, ഞാനിവിടെ 300 രൂപ വാങ്ങത്തുള്ളൂ, ലാഭമല്ലേ എന്ന് പറയുന്നുണ്ട്. കാമിൻ അപ്പോൾ അതൊക്കെ ഓക്കെ, പക്ഷേ ക്ലീൻ ചെയ്യുമ്പോൾ എൻ്റെ ഡ്രസ്സാണെങ്കിൽ നേരെ ക്ലീൻ ചെയ്തില്ല, എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നിൻ്റെ ഞാൻ 10,000 രൂപ വെച്ച് വാങ്ങുമെന്ന് പറയുന്നുണ്ട്. നേടപ്പോൾ അതൊന്നും കുഴപ്പമില്ല, കാരണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ നിനക്ക് വേണ്ട എന്താണോ അത് ഞാൻ തന്നേക്കാം, പക്ഷേ പൈസ ആയിരിക്കത്തില്ല തരണം, പകരം എൻ്റെ ബോഡി വെച്ചായിരിക്കും ഞാൻ നിനക്ക് പേ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ കാമിനാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതുകൊണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ജെയ്ഡപ്പോൾ നീ പേടിക്കേണ്ട, നിൻ്റെ ഡ്രസ്സ് എന്തായാലും കെയർ ചെയ്തേ നമ്മൾ നോക്കത്തുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഇടുന്നവരെ ബൈ.